കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാം, മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ നിന്നും ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവ് അരുളിയ വചനത്തിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ വചനവിചിന്തനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 20 മുതൽ 25 വരെയുള്ള തിരുവചനമാണ്. നീ എന്നെ അനുഗമിക്കുക. ഒരു ദിവസം 2 സുഹൃത്തുക്കൾ ഒരു മല കയറാനായി പുറപ്പെട്ടു. ഒരാൾ ഇടയ്ക്കിടെ മറ്റേയാളെ നോക്കി അവൻ എത്ര മുന്നിലെത്തി, അവന് എന്ത് സൗകര്യമാണ് എന്ന് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. മറ്റേയാൾ തന്റെ വഴിയിലും ലക്ഷ്യത്തിലും മാത്രം ശ്രദ്ധിച്ചു. അവസാനം ലക്ഷ്യത്തിലെത്തിയത് സ്വന്തം യാത്രയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച വ്യക്തിയായിരുന്നു. മറ്റുള്ളവരെ താരതമ്യം ചെയ്തുകൊണ്ടിരുന്നയാൾ വഴിമുട്ടിപ്പോയി. ഈ കഥ യോഹന്നാൻ 21:20 മുതൽ 25 സന്ദേശം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പത്രോസ് യോഹന്നാനെക്കുറിച്ച് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, അവനെക്കുറിച്ച് നിനക്ക് എന്ത്? നീ എന്നെ അനുഗമിക്കുക. ഓരോരുത്തർക്കും ദൈവം നൽകിയിരിക്കുന്ന വിളിയും ദൗത്യവും വ്യത്യസ്തങ്ങളാണ്. മറ്റുള്ളവരുടെ ജീവിതവുമായി നമ്മെ താരതമ്യം ചെയ്യാതെ ദൈവം നമ്മെ ഏൽപ്പിച്ച വഴിയിൽ വിശ്വസ്തരായി നടക്കുക എന്നതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ടിയുള്ള സന്ദേശം ഇതാണ്. നമ്മുടെ കണ്ണുകൾ മറ്റുള്ളവരിലല്ല, യേശുക്രിസ്തുവിലായിരിക്കട്ടെ. താരതമ്യവും അസൂയയും നമ്മെ ദുർബലരാക്കും. എന്നാൽ യേശുവിനെ അനുഗമിക്കുന്ന വിശ്വസ്ത നമ്മെ അനുഗ്രഹത്തിലേക്കും നിത്യജീവിതത്തിന്റെ പ്രത്യാശയിലേക്കും നയിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, മറ്റുള്ളവരെ നോക്കി എന്റെ ജീവിതം അളക്കാതെ അങ്ങ് എന്നെ വിളിച്ച വഴിയിൽ വിശ്വസ്തനായി അങ്ങയെ അനുഗമിക്കുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. ആമേൻ.